നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. തൊഴിലില്ലാത്തവർക്ക് പെൻഷനോ? ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് പദ്ധതികളുടെ യഥാർത്ഥം എന്ത്? തൊഴിലില്ലാത്തവർക്ക് സർക്കാർ പെൻഷൻ ഉണ്ടോ? ബെറോജ്ഗാരി പെൻഷൻ എന്ന് പറയുന്നത് സത്യമാണോ? ഇതുപോലെയുള്ള സംശയങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കാം. അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ എന്നത് ഇന്ത്യയിൽ ഒരു സ്ഥിരം പെൻഷൻ പദ്ധതിയല്ല. അതായത് വിരമിച്ച ശേഷം കിട്ടുന്ന പെൻഷൻ പോലെ ജീവിതകാലം മുഴുവൻ കിട്ടുന്ന ഒരു ആനുകൂല്യമല്ല ഇത്. പകരം ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലി കിട്ടാത്ത യുവാക്കൾക്കും താൽക്കാലിക സാമ്പത്തിക സഹായം നൽകുന്ന ചില സർക്കാർ പദ്ധതികളെയാണ് സാധാരണയായി ആളുകൾ ബെറോജ്ഗാരി പെൻഷൻ എന്ന് വിളിക്കുന്നത്. ആർക്കൊക്കെയാണ് ഇത്തരം സഹായങ്ങൾ ലഭിക്കുക? എന്തൊക്കെ നിബന്ധനകളാണ് ഉള്ളത്? എങ്ങനെ അപേക്ഷിക്കാം? ഇതെല്ലാം വിശദമായി നോക്കാം. ആദ്യം തന്നെ അടൽ ഭീംത് വ്യക്തി കല്യാൺ യോജന. ഈ പദ്ധതി പ്രധാനമായും ESI എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസിൽ അംഗങ്ങളായിരുന്ന തൊഴിലാളികൾക്കാണ് ലഭിക്കുക. നിങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നുവെന്നും ESI സംഭാവന കൃത്യമായി അടച്ചിരുന്നുവെന്നും പിന്നീട് ജോലി നഷ്ടപ്പെട്ടു എന്നും ആണെങ്കിൽ ഈ പദ്ധതി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇത് എല്ലാവർക്കുമുള്ള പദ്ധതിയല്ല. ESI ഇൻഷുറൻസ് ഉണ്ടായിരുന്നവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഈ പദ്ധതിയിൽ ജോലി നഷ്ടപ്പെട്ട ശേഷം ഏകദേശം 90 ദിവസത്തേക്ക് നിങ്ങളുടെ ശരാശരി ശമ്പളത്തിന്റെ 50% വരെ സഹായമായി ലഭിക്കും. ഇതൊരു സ്ഥിര വരുമാനമല്ല, പക്ഷെ പുതിയ ജോലി കണ്ടെത്തുന്ന കാലയളവിൽ ഒരു ആശ്വാസമാണ്. അപേക്ഷ നൽകുമ്പോൾ ജോലി നഷ്ടപ്പെട്ടതിന്റെ രേഖകൾ, ESI നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ആവശ്യമായി വരും. ഇത് നേരിട്ട് പെൻഷൻ പോലെ കാണേണ്ടതില്ല, പകരം അൺഎംപ്ലോയ്മെന്റ് റിലീഫ് എന്ന നിലയിലാണ് കാണേണ്ടത്. ഇനി നമുക്ക് സംസ്ഥാന സർക്കാർ പദ്ധതികൾ നോക്കാം. സംസ്ഥാനതല അൺഎംപ്ലോയ്മെന്റ് അലവൻസ് പദ്ധതികൾ ഏതെല്ലാമാണ്? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസം നേടിയെങ്കിലും ജോലി ലഭിക്കാത്ത യുവാക്കൾക്കായി പ്രത്യേക സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഹരിയാന സംസ്ഥാനത്ത് 21 മുതൽ 35 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം നേടിയ ജോലിയില്ലാത്ത യുവാക്കൾക്ക് പ്രതിമാസം 900 മുതൽ 1500 രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതിയുണ്ട്. ഇതിനായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. കുടുംബ വരുമാനത്തിനും പരിധിയുണ്ട്. സ്ഥിര സർക്കാർ ജോലിയുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ പലപ്പോഴും അയോഗ്യത വരും. ഉത്തർപ്രദേശ് ബെറോജ്ഗാരി ബട്ട. ഉത്തർപ്രദേശിൽ ബെറോജ്ഗാരി ബട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സഹായം 21 മുതൽ 35 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം നേടിയ വാർഷിക കുടുംബ വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ലഭിക്കുക. ഇതും സ്ഥിരം പെൻഷൻ അല്ല, ജോലി നേടുന്ന കാലയളവിൽ മാത്രം ലഭിക്കുന്ന സഹായമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിലില്ലാത്ത യുവാക്കൾക്കായി ദീർഘകാലമായി ഒരു അൺഎംപ്ലോയ്മെന്റ് അലവൻസ് പദ്ധതി നിലവിലുണ്ട്. ഇവിടെ സാധാരണയായി പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം വളരെ കുറഞ്ഞ പരിധിക്കുള്ളിലായിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ലഭിക്കുന്ന തുക വളരെ വലിയതല്ല, പക്ഷേ ഒരു വരുമാനവും ഇല്ലാത്ത ഒരാൾക്ക് അതൊരു ചെറിയ ആശ്വാസം തന്നെയാണ്. പൊതുവായ യോഗ്യതാ നിബന്ധനകൾ. ഈ എല്ലാ പദ്ധതികളിലും ചില പൊതുവായ നിബന്ധനകൾ കാണാം. നിങ്ങൾ യഥാർത്ഥത്തിൽ തൊഴിലില്ലാത്തവൻ ആയിരിക്കണം. വെറും പേപ്പറിൽ മാത്രമല്ല, പ്രായോഗികമായി ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കണം. ജോലി തേടുന്നുവെന്ന് തെളിയിക്കേണ്ടി വരും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ ഇതിന് പ്രധാനമാണ്. കുടുംബ വരുമാനം പരിധിക്കുള്ളിലായിരിക്കണം. ചില സംസ്ഥാനങ്ങളിൽ കുടുംബത്തിൽ സർക്കാർ ജോലിയുള്ളവർ ഉണ്ടെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല. സർക്കാർ നിർദ്ദേശിക്കുന്ന ജോലി നിങ്ങൾ നിരസിച്ചാൽ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ഈ സഹായം റദ്ദാക്കപ്പെടാനും സാധ്യതയുണ്ട്. ഇതിനായി എങ്ങനെ അപേക്ഷിക്കാം? ആദ്യം തന്നെ നിങ്ങളുടെ സംസ്ഥാനത്ത് ഇത്തരം ഒരു പദ്ധതി നിലവിലുണ്ടോ എന്ന് ഉറപ്പാക്കണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുക. ഇത് ഓൺലൈനായോ നേരിട്ടോ ചെയ്യാൻ സാധിക്കും. വയസ്സ്, വിദ്യാഭ്യാസം, വരുമാനം, താമസം ഇവ തെളിയിക്കുന്ന രേഖകൾ തയ്യാറാക്കുക. പല സംസ്ഥാനങ്ങളിലും ഓൺലൈൻ പോർട്ടലുകൾ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് ഓഫീസ് വഴി വെരിഫിക്കേഷൻ നടക്കും. എല്ലാം ശരിയെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് സഹായത്തുക ക്രെഡിറ്റ് ചെയ്യും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, ഇത് പെൻഷൻ എന്ന രീതിയിൽ കാണരുത്. ഇതൊരു താൽക്കാലിക സഹായം മാത്രമാണ്. ജോലി തേടുന്ന സമയത്ത് സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സർക്കാർ നൽകുന്ന ഒരു കൈത്താങ്ങാണിത്. നിങ്ങൾ അർഹരാണോ എന്ന് സ്വയം പരിശോധിക്കുക. കൃത്യമായ വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്